നമസ്കാരം. സഖാക്കൾ ആഘോഷിക്കാൻ വരട്ടെ, വീണയെ അകത്താക്കും. കോടികൾ പോയ വഴി തേടി കേന്ദ്ര ഏജൻസി വീണ്ടും ഇറങ്ങുന്നു. ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് സഖാക്കൾ ആഘോഷിക്കാൻ വരട്ടെ. പിണറായിയുടെ വീട്ടിലും വീണയുടെ ഓഫീസിലും തപ്പിയത് ഇഡി വെറുതെയല്ല എന്നുകൂടി പറയാം. ഫിക്സഡ് ഡെപ്പോസിറ്റും നിക്ഷേപ രേഖകളും അടക്കം നിർണായക രേഖകൾ ഇഡി പൊക്കിക്കഴിഞ്ഞു. മാസപ്പടി കോടികൾ പോയ വഴി തേടി കേന്ദ്ര ഏജൻസി വീണ്ടും ഇറങ്ങുകയാണ്. സഖാക്കളെ ഒന്ന് കരുതിയിരുന്നോളൂ, ഇനി പൊട്ടിക്കാൻ എന്താണ് ബാക്കിയെന്ന് തീരുമാനമെടുത്തോളൂ. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിർണായകമായിട്ടുള്ള രേഖകൾ പിടിച്ചെടുത്തതായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലും മകൾ വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ഓഫീസുകളിലും ഉൾപ്പെടെ നടത്തിയ റെയ്ഡുകളിൽ വിവിധ നിക്ഷേപങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇഡി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. നിലവിൽ പിടിച്ചെടുത്ത ഈ രേഖകളെല്ലാം ഇഡി ഉദ്യോഗസ്ഥർ വിശദമായിട്ട് വിശകലനം ചെയ്തു വരികയാണ്. CMRL മാനേജ്മെന്റും വീണ വിജയനും ചേർന്ന് നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിച്ചു എന്ന മുൻ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നുപോയത്. കേസിൽ കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും കർണാടകയിലുമായിട്ട് 10ഓളം കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം ഇഡി റെയ്ഡ് നടത്തിയത്. കണ്ണൂർ, എറണാകുളം, തിരുവനന്തപുരം, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ CMRL മാനേജ്മെന്റുമായും വീണ വിജയനുമായിട്ടും നേരിട്ട് ബന്ധമുള്ള പ്രധാന ഇടങ്ങളിലാണ് ഈ മാരത്തോൺ പരിശോധനകൾ ഇഡി പൂർത്തിയാക്കിയത്. IT കൺസൾട്ടൻസി സേവനങ്ങളുടെ മറവിൽ വീണ വിജയന്റെ എക്സാലോജി സൊല്യൂഷൻസ് എന്ന കമ്പനി CMRL നിന്ന് ഏകദേശം 2.78 കോടി രൂപ കൈപ്പറ്റിയതായിട്ട് മുൻപ് നടന്ന അന്വേഷണങ്ങളിൽ ഇഡി കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ CMRL MD ശശിധരൻ കർത്തായുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പയായിട്ടും എക്സാലോജിക്ക് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇഡിയുടെ പുതിയ കണ്ടെത്തൽ. ഇതേ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അവർ നടത്തിയ വിപുലമായിട്ടുള്ള അന്വേഷണത്തിൽ CMRL കഴിഞ്ഞ 15 വർഷത്തിനിടെ 182 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ കാണിച്ചതായിട്ടും ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെട്ടിരുന്നു. കമ്പനി മറ്റ് ഓഹരി ഉടമകൾക്ക് കൃത്യമായിട്ടുള്ള ലാഭവിഹിതം നൽകാതിരുന്ന കനത്ത പ്രതിസന്ധിയുടെ കാലയളവിൽ പോലും മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തായും മകൻ ശരൺ കർത്തായും ചേർന്ന് 30.63 കോടി രൂപ പ്രതിഫലമായിട്ട് കൈപ്പറ്റി എന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വൻ സാമ്പത്തിക ക്രമക്കേടുകളിലൂടെയും നികുതി വെട്ടിപ്പിലൂടെയും സമാഹരിച്ച കോടിക്കണക്കിന് രൂപ എവിടെയെല്ലാം വിനിയോഗിക്കപ്പെട്ടു, ആർക്കൊക്കെയാണ് ഇതിന്റെ വിഹിതം പോയത് എന്നതിനെ കുറിച്ചാണ് ഇഡി ഇപ്പോൾ പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ കള്ളപ്പണ ഇടപാടുകളെ ചോദ്യം ചെയ്ത് CMRL സമർപ്പിച്ച ഹർജി 2026 മെയ് മാസം 26 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞതിന് പിന്നാലെയാണ് നിയമപരമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി ഇഡി തങ്ങളുടെ അന്വേഷണം അതീവ ഊർജിതമാക്കി വൻ റെയ്ഡുകളിലേക്ക് കടന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലും കർണാടകയിലുമായിട്ട് നടന്ന വ്യാപക റെയ്ഡുകൾക്ക് പിന്നാലെ വീണയുടെ HDFC ബാങ്ക് അക്കൗണ്ട് ഇഡി മരവിപ്പിച്ചു. ബാങ്കിലുണ്ടായിരുന്ന സ്ഥിര നിക്ഷേപങ്ങളുടെ രേഖകളും പരിശോധനയിൽ AD സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള IT കമ്പനിയായിട്ടുള്ള എക്സാലോജിക് സൊല്യൂഷൻസും കരിമണൽ കമ്പനിയായിട്ടുള്ള CMRLും തമ്മിൽ നടത്തിയ കോടികളുടെ നിയമവിരുദ്ധമായിട്ടുള്ള മാസപ്പടി ഇടപാടുകളിലാണ് ഇഡിയുടെ ഈ ശക്തമായിട്ടുള്ള നീക്കമെന്ന് പറയപ്പെടുന്നത്. CMRL മാനേജ്മെന്റും വീണ വിജയനും ചേർന്ന് നിയമവിരുദ്ധമായിട്ടുള്ള മാർഗങ്ങളിലൂടെ പണം സമ്പാദിച്ചുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കർശന നടപടികളിലേക്ക് കേന്ദ്ര ഏജൻസികൾ കടന്നിരിക്കുന്നത്. കേസിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം 10ഓളം കേന്ദ്രങ്ങളിലാണ് ഇഡി ഒരേ സമയം തിരച്ചിൽ നടത്തിയത്. തിരുവനന്തപുരത്ത് പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീട്, കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ കുടുംബ വീട്, മുൻ മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വസതി എന്നിവിടങ്ങളിൽ ഇഡി ഉദ്യോഗസ്ഥർ വിശദമായിട്ടുള്ള പരിശോധന നടത്തി. കേരളത്തില് കണ്ണൂർ, എറണാകുളം, തിരുവനന്തപുരം ജില്ലകൾക്ക് പുറമെ ബംഗളൂരുവിലും CMRL മാനേജ്മെന്റുമായും വീണ വിജയനുമായി ബന്ധപ്പെട്ട പ്രധാന എല്ലാ കേന്ദ്രങ്ങളിലും റെയ്ഡ് നടത്തുകയുണ്ടാക്കി ഈ ഇഡി. പക്ഷേ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയ്ക്ക് പിന്നിലുണ്ടായ സംഘർഷത്തിൽ CPM പ്രവർത്തകർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി മ്യൂസിയം പോലീസ് കേസെടുത്തു. ഇവന്മാരെ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് മാരകായുധങ്ങളുമായിട്ട് 300ഓളം വരുന്ന അക്രമി സംഘം തങ്ങളെ വളയുകയായിരുന്നുവെന്ന് ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ V സനത് റെഡ്ഡിയുടെ പരാതിയിലും പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ ഡിക്സൺ ഡേവിഡിന്റെ മൊഴിയിലും വ്യക്തമാക്കുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ 189-2, 191-2, 191-3, 190, 126-2 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അഴി എണ്ണും സഖാക്കളെ ഉറപ്പാണ്. നിങ്ങളുടെ നേതാക്കളെല്ലാം പൊടിയും തട്ടി പോവുകയും ചെയ്യും.
ഇതിനു പിന്നിൽ ആരൊക്കെയാണോ പ്രവർത്തിച്ചിട്ടുള്ളത് അവർ വളരെ കൃത്യമായി അഴിക്കുള്ളിലാവുകയും ചെയ്യും. പഴയതുപോലെയുള്ള നിയമങ്ങളൊന്നുമല്ല ഇപ്പോൾ ഉള്ളത്. പുതിയ നിയമപ്രകാരം പൊതുമുതൽ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾ തകർക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ വാഹനത്തിന്റെ വില എത്രയാണോ അതിന്റെ ഇരട്ടി അത് കോടതിയിൽ കെട്ടിവെച്ചാൽ മാത്രമേ ജാമ്യമടക്കം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പാർട്ടി എന്തായാലും കൈയൊഴിയും. ഇനി വീട്ടുകാർ സ്വന്തം വീടും പുരയോടുമൊക്കെ വിറ്റെങ്കിലും ചിലപ്പോൾ ഇവരെ പുറത്തിറക്കിയേക്കും. കാരണം 40-50 ലക്ഷമൊക്കെ കെട്ടിവെക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഈ കുട്ടി സഖാക്കളുടെ കുത്തിക്കഴപ്പ് ഇതോടുകൂടി ചിലപ്പോൾ തീർന്നിരിക്കും. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള കുണ്ടാമണ്ടിത്തരം കാണിക്കാൻ ഇറങ്ങി പുറപ്പെടുകയില്ല. നേതാക്കന്മാരുടെ വാക്കുകേട്ട് ഇത്തരത്തിലുള്ള അക്രമം നടത്തുമ്പോൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ അഴിക്കുള്ളിലും നിങ്ങളുടെ നേതാക്കളും നേതാക്കളുടെ മക്കളും ഈ തുറസായ ലോകത്ത് ഇങ്ങനെ പരന്നു നടക്കുകയും ചെയ്യും. സഖാക്കൾ അതുകൊണ്ട് ആഘോഷിക്കാൻ വരട്ടെ. നിങ്ങളടക്കം അകത്താകും, ഒപ്പം നിങ്ങളുടെ വീണയും അകത്താകും. കോടികൾ പോയ വഴി തേടി കേന്ദ്ര ഏജൻസി വീണ്ടും എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ED ഭയപ്പെടുത്തി അയക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് നിങ്ങൾ താമസിയാതെ മനസ്സിലാക്കും.